സ്മൃതി പരുത്തിക്കാട് പന്നി സ്മൃതി നിന്റെ തന്തയാര് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അതീവ ഗുരുതരമായ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഗുരുതരമായ സോഷ്യൽ മീഡിയ അറ്റാക്കാണ് വരുന്നത്. സൈബർ ബുള്ളിങ്ങിൻ്റെ അനന്ത കോടിയിലേക്കാണ് പോയിരിക്കുന്നത്. KJ ജേക്കബിനെ പോലെയുള്ള ഇടതുപക്ഷ CPM മാധ്യമക്കാരൻ, KJ ജേക്കബ് നല്ല മാധ്യമ പ്രവർത്തകനാണ്, പക്ഷേ CPMന് വേണ്ടി ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പിണറായി വന്നതിന് ശേഷം CPMന് വേണ്ടി വലിയ പണിയെടുക്കുന്ന ആളാണ് KJ ജേക്കബ്. ജേക്കബിനെ പോലെയുള്ളവരും പന്നിയോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, മനുഷ്യരോടല്ല എന്ന് പറഞ്ഞ് പറയാതെ സ്മൃതി പരുത്തിക്കാടിനെ പന്നി എന്ന് വിളിച്ചു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സൈബർ ബുള്ളിങ്ങിനെ നമ്മൾ തള്ളിക്കളയണം, 100% തള്ളിക്കളയണം. ഒരു കാരണവശാലും അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, ശരിയാണ്. പക്ഷേ എൻ റാമും ശശികുമാറും കൽബുർഗിയും മങ്കേഷ്കറും ഇന്ത്യയിലെ വളരെ പ്രമുഖരായിട്ടുള്ള പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും കൊണ്ടു നടന്ന ഒരിടമാണ് ഇത്രയും അതപ്പതിച്ച് പോകുന്നത്. സ്മൃതി പരുത്തിക്കാടിന് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിക്കാം, CPMനെ വിമർശിക്കാം, കോൺഗ്രസിനെ വിമർശിക്കാം, എല്ലാവരെയും വിമർശിക്കാം. പക്ഷേ സ്മൃതി പരുത്തിക്കാട് ഒരു പ്രസ്താവന നടത്തി, ഒരു വിമർശനം നടത്തി. ആളുകൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അതിനകത്ത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ, പ്രത്യേകിച്ച് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാകുമ്പോൾ അതിൽ ശരി തെറ്റുകൾ നോക്കാതെ കുറച്ച് സൈബർ ബുള്ളിങ്ങൊക്കെ വരും, കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ബഹളമുണ്ടാക്കുന്നവർ അവരുടെ ഭാഷ, അവരുപയോഗിക്കുന്ന രീതികൾ, വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. നിങ്ങൾക്ക് വിമർശിക്കാൻ, സ്മൃതി പരുത്തിക്കാടിന് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ നിങ്ങൾക്ക് വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു ലക്ഷ്മണരേഖ വേണമായിരുന്നു. എന്നാൽ സ്മൃതി പരുത്തിക്കാട് ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യം, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, ശ്രദ്ധിക്കേണ്ടിരുന്നൊരു കാര്യം, നിങ്ങളും ഇതിനിടയിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി കണ്ടോ എന്നറിയില്ല, ഒരു പേഴ്സണൽ വെഞ്ചൻസ് ഇതിനകത്ത് എടുത്തോ എന്നറിയില്ല, ഒരു ഈഗോയും കോംപ്ലക്സും വർക്കൗട്ട് ചെയ്തോ എന്നുള്ളത് സ്മൃതിയും സ്മൃതിയുടെ കൂട്ടരും മാധ്യമപ്രവർത്തകരും ചർച്ച ചെയ്യണം. കാരണം ഇത് ഒരു സൈബർ ബുള്ളിങ് ഒക്കെ വന്ന് ഇതൊന്ന് തണുത്ത് വന്നപ്പോഴാണ് വീണ്ടും നിങ്ങൾ ബെർണാഡ് ഷായുടെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് വന്നു. പന്നികളോട് മല്ല് പിടിക്കാൻ പോകരുത്, പന്നിയോട് മല്ല് പിടിച്ചാൽ നമ്മൾ ജയിക്കുമെന്നല്ല എന്ന് മാത്രമല്ല നമ്മൾ നാറും, പന്നിയും അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ജയിക്കുന്നതിനുപരി നമുക്ക് നാറ്റം വരുത്താനാണ് പന്നി ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ, അപ്പുറത്ത് നിന്നവരെ നിങ്ങൾ തെറി പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടും. അതിനകത്തൊന്നും ഒരു തർക്കമില്ല, ചീപ്പ് പബ്ലിസിറ്റി കിട്ടും. പക്ഷേ അങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ പോകണമോ? കുറച്ചുകൂടി പക്വതയുള്ള, ഞാൻ പറഞ്ഞു, വിമർശനത്തിൻ്റെ ഒരു കാമ്പും കുറയ്ക്കേണ്ട കാര്യമില്ല, വിമർശനം ശക്തമായി തന്നെ കൊണ്ടുപോകണം. പക്ഷെ ശക്തമായ വിമർശനം കൊണ്ടുപോകുമ്പോഴും ഈ തരത്തിലുള്ള one-to-one പ്രതിരോധം, അത് പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീലിൻ്റെ രൂപത്തിൽ വന്ന് ഒരുപാട് മോട്ടിവേഷൻ കാര്യങ്ങൾ പറയുന്നു. ഞാൻ തോൽക്കാൻ തയ്യാറല്ല, നിങ്ങൾ ആരോടാണ് വെല്ലുവിളിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും താങ്കളുടെ പ്രസ്താവനകളോ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ പ്രസ്താവനയോ ആർക്കെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ തീരാവുന്ന വിഷയമുള്ളൂ. ഞങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ 2-3 വീഡിയോസ് വിഡ്രാ ചെയ്തിട്ടുണ്ട്. അതാരെയും പേടിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയതോ ഞങ്ങളെ കൊന്നുകളയോ എന്ന് പറഞ്ഞിട്ടോ അല്ല, ആരിൽ നിന്ന് കാശ് മേടിച്ചിട്ടുമല്ല. പക്ഷേ ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ വരുന്ന വീഡിയോയ്ക്ക് ഞങ്ങൾ പ്രതിപാദിച്ച ആളുകൾക്ക് വളരെ കൃത്യമായി ചില ഫാക്ച്വൽ എറർ ഉണ്ടെന്നും അവർക്ക് കൃത്യമായ ഒരു മാനസിക വ്യഥ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 30,000 വരെ പോയ ഒരു വീഡിയോ, വ്യൂവേഴ്സ് കയറിയ ഒരു വീഡിയോ വരെ ഞങ്ങൾ വിഡ്രാ ചെയ്തു. മറ്റൊന്നുമല്ല, അതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ധർമ്മം. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, അതാർക്കെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പൊന്നും പറയണ്ട, പക്ഷേ ഒന്ന് ബാലൻസ് ചെയ്ത്, ശരിയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാൻ മാധ്യമപ്രവർത്തകർ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു കേസ് സ്റ്റഡി വെച്ച് ചിന്തിക്കണ്ടേ? ഇതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇത് 1-to-1 യുദ്ധത്തിലേക്ക് പോകും. അവസാനം ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെ അമ്മയ്ക്ക് പറയുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു, തന്ത ആരെന്ന് ചോദിക്കുന്നു. സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ ദേശാഭിമാനിയിൽ നിന്ന് പുറത്താക്കിയത് കള്ളത്തരം കാണിച്ചുകൊണ്ടാണെന്നും മോഷ്ടിച്ചതുകൊണ്ടാണെന്നും പെണ്ണ് കേസിൽ പെട്ടതുകൊണ്ടാണെന്ന് പറയുന്നു. അതല്ല എന്ന് സിദ്ധാർത്ഥൻ പരുത്തിക്കാടിന് വന്ന് പറയേണ്ടി വരുന്നു. സ്മൃതിക്ക് തന്നെ ഒരുപാട് റീൽ ചെയ്യേണ്ടി വരുന്നു. എന്തിന്? നമ്മളൊരാളിനെ വിമർശിച്ചു, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരൊക്കെ വിമർശിച്ച കാലമുണ്ടല്ലോ. MN വിജയൻ മാഷ് വിമർശിക്കുമായിരുന്നു, കുഞ്ചൻ നമ്പ്യാർ വിമർശിക്കുമായിരുന്നു, സഞ്ജയൻ വിമർശിക്കുമായിരുന്നു, M കൃഷ്ണൻ നായർ വിമർശിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് വിമർശകരുണ്ട് ഇവിടെ.
സാഹിത്യരംഗത്ത് ഹരികുമാർ ഉണ്ടായിരുന്നു, ഒത്തിരി ആളുകൾ ചെമ്മനം ചാക്കോ വിമർശിച്ചിരുന്നു ആളുകളെ, ഒത്തിരി ആളുകൾ വിമർശിക്കും. പക്ഷേ വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ 1 to 1 നടന്ന് ആരെന്ത് പറയുന്നു എന്നറിഞ്ഞ് അതിന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മറുപടി പറയുകയും അതിനെ തിരിച്ചു പിടിച്ച് നമ്മൾ ഗുഡ് ബുക്കിൽ കയറി നിന്ന് കളിക്കുകയും ചെയ്യാറില്ല എന്ന് സ്മൃതി പരുത്തിക്കാട് അറിയണം. താങ്കൾ മാധ്യമരംഗത്ത് എന്നേക്കാൾ സീനിയറാണ്, പക്ഷേ മറ്റ് പല രംഗത്തും താങ്കളെക്കാൾ സീനിയറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അനുഭവ പരിചയം വെച്ച് പറയുന്നു, ഇങ്ങനല്ല ഒരു സമൂഹത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. മാധ്യമപ്രവർത്തനത്തിനും അതിൻ്റെ ഒരു മാന്യതയുണ്ട്. നമുക്കാരെയും വിമർശിക്കാം, വാക്കുകൾ കൊണ്ട് തന്നെ വിമർശിക്കാം. പക്ഷേ നമ്മുടെ വിമർശനം ഒരു പ്രസ്ഥാനത്തിനെതിരെയും കുറേ ആളുകൾക്കെതിരെയും ഒരു പദ്ധതിക്കെതിരെ വരുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവർ സംശയങ്ങൾ ഉന്നയിച്ചാൽ നമ്മൾ പിന്നെ ബലം പിടിച്ച് അതിൻ്റെ പുറകിൽ പോകാതെ മെരിറ്റിൻ്റെ പുറകിൽ പൊക്കോളൂ, ഡേറ്റയുടെ പുറകിൽ പൊക്കോളൂ. പക്ഷെ അല്ലാതെയുള്ള അതിവൈകാരിക പ്രകടനങ്ങളും കൊട്ടേഷനുകളും ബെർണാഡ് ഷാ പരിപാടികളും പന്നിയും ഒക്കെ വന്നാൽ വീണ്ടും ഇത് ബലാബലം പിടിക്കുന്നതിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ഒരു ബലാബല പിടുത്തമല്ല മാധ്യമരംഗത്ത് വേണ്ടത്. നിങ്ങളുടെ പണി സ്വതന്ത്രമായി ചെയ്തു പോവുക. പോക്കുന്ന മാവിൽ കല്ലറി ഉണ്ടാകും. കാണുന്ന സുന്ദരി സ്ത്രീകൾക്ക് ഒരുപാട് കമൻറ്റ് കിട്ടും. നിങ്ങൾ വളരെ പ്രമുഖമായി ചെയ്തപ്പോൾ എവിടെയൊക്കെയോ നിങ്ങളുടെ വാക്കുകൾ ഏറ്റു. അതുകൊണ്ട് കുറേ പേർ സൈബർ ബുള്ളിങ്ങിലും കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ നിങ്ങളത് പാസിഫൈ ചെയ്യണമായിരുന്നു. നിങ്ങളത് 1 to 1 ഏറ്റെടുത്ത് വ്യക്തിപരമായി ഏറ്റെടുത്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റ് യൂട്യൂബ് ചാനലുകളിലും നിങ്ങളുടെ സ്വന്തം റിപ്പോർട്ടർ ചാനലിലുമൊക്കെ കോഫി വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്നൊക്കെ പറഞ്ഞ് വന്ന് ബെർണാഡ് ഷായും ഈ പറഞ്ഞ കൊട്ടേഷനുകളെല്ലാം എടുത്ത് ആവശ്യമില്ലാത്ത കൊട്ടേഷൻ നിങ്ങൾ വലിച്ചു പിടിച്ചു. ഇത് നിങ്ങൾക്കല്ല, ഒരു മാധ്യമ പ്രവർത്തകയ്ക്കും യോജിച്ചതല്ല, അത് പ്രവർത്തകൻ യോജിച്ചതല്ല. ഇതല്ല മാധ്യമ രീതി. അതിലേക്ക് പുതിയൊരു മാധ്യമ സംസ്കാരത്തിലേക്ക് വരാൻ ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്തേ കഴിയൂ. അതുകൊണ്ടാണ് വിഷയം ചർച്ച ചെയ്തതല്ലാതെ സ്മൃതി പരുത്തിക്കാടിനോടുള്ള സ്നേഹം കൂടിയിട്ടോ എതിർപ്പ് കൂടിയിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടി, നിങ്ങൾ വലിയ ആളായി. പക്ഷെ അങ്ങനെയല്ല, ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അല്ല വലിയ ആളാകേണ്ടതും സെലിബ്രിറ്റി ആകേണ്ടതും യഥാർത്ഥ ജെന്യുവിൻ മാധ്യമ പ്രവർത്തനത്തിൽ കൂടെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റ് കൂടുതൽ കിട്ടും, നിങ്ങൾക്ക് ആരാധകർ കൂടുതൽ കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ അതിലൂടെ വില്ലൻ വേഷം കളിച്ച് വേണ്ട, നായികയുടെ വേഷം കളിച്ച് നേടുന്നതാണ് കുറച്ചുകൂടി മനോഹരം. അതിലേക്ക് സ്മൃതി പരുത്തിക്കാടുമാർ ഒരാളല്ല വരണം എന്നാണ് നമ്മളെപ്പോലുള്ളവർ നിരീക്ഷിക്കുന്നത്.